ഇവിടുത്തെ മാർക്കറ്റിൽ വല്ലപ്പോഴും കിട്ടുന്ന ഒരു സാധനമാണ് ഈ പടവലങ്ങ. ഇവിടുത്തെ പടവലങ്ങ ഇങ്ങനെയൊക്കെയാണ്. നാട്ടിലും ഇതൊക്കെ പോലെ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇത് കണ്ടപ്പോൾ ഒന്ന് വാങ്ങിച്ചുകൊണ്ട് വന്ന്. ഇനി ഇതൊക്കെ ഒന്ന് കഴുകി പെറുക്കി അരിഞ്ഞെടുക്കുമ്പോഴത്തേക്ക് സമയം കുറേ ആകുമെന്നൊക്കെയല്ലേ നമ്മുടെ വിചാരം. ഒന്നുമല്ല, പെട്ടെന്ന് തന്നെ നമുക്കിതൊക്കെ ഒന്ന് കഴുകി പെറുക്കി അരിഞ്ഞെടുക്കണം. ഒന്ന് തോരൻ വെക്കണം. തോരൻ വെക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്, നല്ലതാണ് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട്. ഞാനിതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഇതൊന്ന് അരിഞ്ഞെടുക്കണം. ഇതൊന്നും നമുക്ക് ചോപ്പറിലിട്ട് അരിയാൻ പറ്റത്തില്ലല്ലോ. നമുക്കിത് എന്താണെങ്കിലും കൈകൊണ്ട് അരിഞ്ഞെങ്കിലേ പറ്റത്തുള്ളൂ അല്ലേ. ചില സാധനങ്ങളൊക്കെ നമുക്ക് ചോപ്പറിൽ ചോപ്പ് ചെയ്തെടുക്കാൻ പറ്റത്തില്ല. അതിലൊന്നാണ് ഈ പടവലങ്ങ, പിന്നെ പയറ്, ബീൻസ്, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ കൈ പിടിച്ചരിയുമ്പം അതിൻ്റേതായിട്ടൊരു ഇതുണ്ട്. നമ്മൾ ചോപ്പറിനകത്തിട്ട് അരിഞ്ഞാലത് കുഴഞ്ഞു പോകുമെന്ന് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ ക്യാബേജ് എനിക്ക് തോന്നുന്നു അരിയാമെന്ന് തോന്നുന്നു. പക്ഷേ ഈ പടവലങ്ങയൊക്കെ ഇട്ട് അരിഞ്ഞാൽ അതിൻ്റെ എനിക്കറിയത്തില്ല, അത് കുഴഞ്ഞു പോകുമെന്ന് എനിക്ക് തോന്നുന്നത്. ഏതായാലും കുഴപ്പമില്ല. ഞാനിതൊന്ന് കയ്യിലൊന്ന് പിടിച്ച് പെട്ടെന്ന് അരിഞ്ഞെടുത്ത് അത് പെട്ടെന്ന് തന്നെ തോരൻ വെക്കാം. നമ്മൾ വീഡിയോ ഒക്കെ പിടിക്കാനായിട്ട് വളരെ സെറ്റിങ്ങിലൊക്കെ അല്ലേ ചിലപ്പോഴൊക്കെ നമ്മൾ വീഡിയോ പിടിക്കാറുള്ളത്. നമ്മൾ സാധാരണ ചെയ്ത പോലെ തന്നെ വീടുകളിൽ പെട്ടെന്ന് തന്നെ ഇത് അരിഞ്ഞെടുത്ത് അതിനോടൊപ്പം സവാളകൾ കൂടി അരിഞ്ഞ് ചേർത്തു. അതിലേക്ക് പിന്നെ പച്ചമുളക് ചേർക്കണം, പിന്നെ തേങ്ങ ചേർക്കണം. അത് കഴിഞ്ഞ് ഉപ്പും മഞ്ഞളും ചേർത്ത് തോരൻ വെക്കുക, അത്രയേ ഉള്ളൂ. ചിലർ ഇതിനകത്ത് തേങ്ങ അരച്ച് ചേർക്കാറുണ്ട്, ചതച്ച് ചേർക്കാറുണ്ട്. അത് നല്ല ടേസ്റ്റാണ്. പക്ഷേ ഞാനിതിനകത്ത് അതൊന്നും ചേർക്കുന്നില്ല. വെളുത്തുള്ളി, ജീരകം അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ചേർക്കുന്നില്ല. കുറച്ച് തേങ്ങയോട് ഇട്ട് ഉപ്പൊക്കെ ഇട്ട് ഒന്ന് നമുക്ക് തോരൻ വെച്ചെടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം വീഡിയോയുടെ അഭിപ്രായം കൂടി അറിയിക്കുക. എന്തെങ്കിലും അഭിപ്രായമൊക്കെ അറിയിക്കുമ്പോൾ തെറ്റിദ്ധരുത്താൻ പറ്റും. അതുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായം കൂടി കമൻറ്റ് ചെയ്യുക. ഞാൻ ഇത് ചീനച്ചട്ടിയിലാണ് വേവിച്ചെടുക്കുന്നത്. നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ വെച്ചാൽ എനിക്ക് തോന്നി ഇതിനധികം വെള്ളം വലിയത്തില്ലാന്ന്. പക്ഷേ നമ്മൾ ചീനച്ചട്ടി വെക്കുമ്പോൾ ഇത് പെട്ടെന്ന് തന്നെ വെള്ളം പറ്റിപ്പോകും. നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ കുഴഞ്ഞിരിക്കും. സത്യമല്ല ഞാൻ പറയുന്നത്, ശരിയാണെന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെ തന്നെ ഞാൻ തോന്നുന്നു. എന്തായാലും കുഴപ്പമില്ല. ഞാൻ ചീനച്ചട്ടിയിലാണ് തോരൻ വെക്കുന്നത്. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇത് തോരൻ വെച്ചെടുക്കാൻ പറ്റും. അതുപോലെ നല്ല ടേസ്റ്റോടുകൂടി ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാം. മീൻകറി ഉണ്ടെങ്കിലൊക്കെ നല്ല കോമ്പിനേഷനാകും. പിന്നെ നിങ്ങളിങ്ങനെയൊക്കെയല്ലേ തോരൻ വെക്കുന്നത്? അതോ ഇതിലും വേറെ വല്ല മെത്തേഡ് വല്ലതും ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. അപ്പം ഇതുപോലെ ചെറിയ ചെറിയ വീഡിയോയും ഇവിടുത്തെ വിശേഷങ്ങളുമൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. തോരൻ കൂട്ടി ചോറ് കഴിക്കട്ടെ. എന്നാൽ പിന്നെ ഓക്കെ. അപ്പം അടുത്ത വീഡിയോയിൽ ഓക്കെ.